So hi guys, welcome back to my YouTube channel Programax Gaming. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ഗെയിംസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളത് കളിച്ചിട്ടുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ നമ്മളൊരു ഗെയിം കളിച്ചാൽ അതെങ്ങനെ ഇരിക്കും? അതും പാരാനോർമൽ ഗെയിംസ് ആയാലോ? അതെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാരാനോർമൽ ഗെയിംസിനെ പറ്റിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും ഈ വീഡിയോ കാണാതിരിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും രാത്രി കാണാതിരിക്കുക. പേരുള്ള ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഗൈസ്, നിങ്ങളിൽ എത്ര പേർക്ക് ഓജോ ബോർഡ് എന്ന സംഭവം അറിയാം? നമ്മൾ പലപ്പോഴും ഓജോ ബോർഡ് എന്ന സംഭവം കേട്ടുള്ളത് ഒരു സിനിമയിൽ നിന്നാണ് ഗൈസ്. എന്നാൽ അത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും നമുക്ക് നോക്കിയാലോ? ഓജോ ബോർഡിനെക്കാട്ടിലും വെല്ലുന്ന ഗെയിംസ് ഉണ്ട് ഗൈസ് നമ്മൾ ഈ ലോകത്ത്. പാരാനോർമൽ ഗെയിംസ് എന്ന് പറയും. ഇത് പല ആളുകളും ഇത് കളിച്ചിട്ടില്ല ഇന്നേ വരെ. കാരണം ഇതാരും കളിക്കാൻ തുനിയത്തില്ല. അത് അത്രയും ഡേഞ്ചറസ് ആയതുകൊണ്ട് നമ്മുടെ ജീവനെ പോലും അത് ആപത്ത് വരുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ പാരാനോർമൽ ഗെയിംസ് അങ്ങനെ ആരും കളിച്ചിട്ടില്ല. അതും അതെങ്ങനെ ആൾക്കാർക്ക് കളിക്കേണ്ടതെന്നൊക്കെ അറിയില്ല. സോ ഇന്ന് ഞാൻ പറയാൻ പോണത് എങ്ങനെ ഒരു പാരാനോർമൽ ഗെയിംസ് നമുക്ക് കളിക്കാനാണ്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്താണ് ഈ പാരാനോർമൽ ഗെയിംസ്? ഇതൊക്കെ സത്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് എവിഡൻസോ പ്രൂഫോ നിലവിലില്ല. എന്നാൽ ഗൈസ്, ഇങ്ങനത്തെ ഗെയിംസ് എല്ലാം സത്യത്തിൽ നിലവിലുണ്ട്. നമുക്ക് ആത്മാവിനോട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവൻ്റെ സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണ് ഗൈസ് ഈ പാരാനോർമൽ ഗെയിംസ്. ഇങ്ങനത്തെ ഗെയിംസ് കളിക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ സൈലന്റ് ആവണം ഗൈസ്. അതേപോലെ നമ്മുടെ ചുറ്റുപാടും സൈലന്റ് ആവണം. ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെടുത്തില്ല ഗൈസ്. അതാണ് വേറെ കാര്യം. ഈ ഗെയിം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഗെയിമിന്റെ പേര് ദ മിഡ്നൈറ്റ് മാൻ ഗെയിം ആണ്. നമ്മൾ ഈ ഗെയിമിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു ക്യാൻഡിലാണ് ഗൈസ്, മെഴുകുതിരി. എന്തുകൊണ്ട് നമ്മൾ ഈ മെഴുകുതിരി കത്തിക്കുന്നു? ബിക്കോസ് അതെനിക്ക് അറിയത്തില്ല ഗൈസ്. കാരണം എല്ലാത്തിനും കത്തിക്കേണ്ട മെഴുകുതിരി വേണം ഗൈസ്, മെഴുകുതിരി വേണം. കുറച്ച് സീരിയസ് ആയെന്നൊരു ഡൗട്ട് ഗൈസ്. നമ്മൾ ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് വേണം പറയാൻ ഗൈസ്. കാരണം അതാണ് ഗൈസ് പവർ. ഓക്കെ, ഒരു ക്യാൻഡിൽ, പിന്നെ ലൈറ്റർ കത്തിക്കാൻ. തീപ്പെട്ടി വേണ്ട ഗൈസ്, തീപ്പെട്ടി ഭയങ്കര ആപത്താണ്. അഥവാ കത്തിയില്ലെങ്കിൽ മൂഞ്ചും വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് പേപ്പറാണ്, പേപ്പർ. പിന്നെ വേണ്ടത് ബ്ലഡാണ് ഗൈസ്. പേടിക്കണ്ട ഗൈസ്, ഒരു തുള്ളി മതി. പേപ്പർ, മെഴുകുതിരി, ഉപ്പ്, വുഡ് ആൻഡ് ഡോർ. ഇമാരും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടില്ല, ആദ്യം ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, പാരാനോർമൽ ഗെയിം കളിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നിശബ്ദതയാണ് ഗൈസ്. ഏതൊരു ഗെയിമായാലും, ഈ പാരാനോർമലിൽ ഏതൊരു ഗെയിമായാലും നമുക്ക് വേണ്ട നിശബ്ദതയാണ് ഗൈസ്. അപ്പം സൈലന്റ് വേണം ഫസ്റ്റ്. കാലം പോകുന്ന അനുസരിച്ച് ഈ ഗെയിം ഒരുപാട് പേര് കളിക്കാൻ തുടങ്ങി ഗൈസ്. ഈ ഒരു ഗെയിമിൽ ഒരുപാട് ആപത്തുകളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഗെയിം നിങ്ങൾ ശരിയായി കളിച്ചില്ലെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും ഗൈസ്. ചില സമയങ്ങളിൽ ഇത് ജീവന് പോലും എടുത്തേക്കാം. ഈ ഗെയിം കളിക്കേണ്ട സമയം 11:59 അപ്പം വേണം നിങ്ങൾ ഈ ഗെയിം കളിക്കാൻ തുടങ്ങാൻ. വീട്ടിലെ എല്ലാ ലൈറ്റ്സും നിങ്ങൾ ഓഫാക്കിയിരിക്കണം. മെഴുകുതിരി മാത്രം കത്തിക്കണം. ഈ ഗെയിം നിങ്ങൾ മുഴുവനാക്കില്ലെങ്കിൽ അത് നിങ്ങളെ ജീവന് തന്നെ ആപത്താണെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഗെയിം കളിക്കുമ്പോൾ കളിക്കുന്ന വ്യക്തിയുടെ രക്തം മാത്രമേ അതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റാരുടെയും രക്തം അതിൽ ഉപയോഗിക്കാൻ പാടില്ല. അഥവാ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മിഡ്നൈറ്റിന്റെ ഹാലുസിനേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാണാത്ത കാഴ്ചകൾ നമ്മൾ കൺമുമ്പിൽ നടന്നു എന്നിരിക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ അമാനുഷികയിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുന്നതല്ല. ആരാണ് ആദ്യം ഗെയിം കളിക്കുന്നത് ആ വ്യക്തിയുടെ മാത്രം പേര് ഒരു പേപ്പറിൽ എഴുതുക. അവരുടെ ഒരു തുള്ളി രക്തം അതിൽ ഒച്ചിക്കുക. ഒരു മെഴുകുതിരി കത്തിച്ച് ആ പേപ്പറിന്റെ മുകളിൽ വെക്കണം. ഈ ഒരു ഗെയിം ഒരു സമയത്ത് എത്ര പേർക്ക് വേണമെങ്കിൽ കളിക്കാം. എന്നാൽ കളിക്കുന്ന വ്യക്തികൾ ഓരോ പേപ്പറിലായിട്ട് വേണം പേരെഴുതാൻ. അതേപോലെ രക്തം ഒട്ടിക്കാൻ. മെഴുകുതിരി എല്ലാം നമ്മളെ വുഡ് ആൻഡ് ഡോറിന്റെ താഴെ വെച്ചിട്ട് 11:59 38 സെക്കൻഡിൽ ആ വുഡ് ആൻഡ് ഡോറിൽ 22 തവണ നിങ്ങൾ തട്ടണം. അവസാനം 21 നിന്ന് 22 തട്ടുമ്പോൾ സമയം കൃത്യം 12 മണി ആയിട്ടുണ്ടാകും. ഈ 22ാമത്തെ ടൈമിൽ കതക് തട്ടുമ്പോൾ ഈ ഗെയിം ആരംഭിച്ചു കഴിഞ്ഞു. ഉടനെ മെഴുകുതിരി അണച്ചിട്ട് ഉടനെ 10 സെക്കൻഡ് കഴിഞ്ഞാൽ വീടിന്റെ അകത്തേക്ക് കയറിയ മെഴുകുതിരി നിങ്ങൾ കത്തിക്കണം. ഈ മിഡ്നൈറ്റ് മാൻ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരാം. ഈ ഗെയിം പാതിരാത്രി 3:33 വരെ തുടരും. അതുവരെ ഈ മെഴുകുതിരി നിങ്ങൾ അണയാതെ നോക്കണം. അഥവാ മെഴുകുതിരി അണഞ്ഞു പോയാൽ നിങ്ങൾ അടുത്ത 10 സെക്കൻഡിനുള്ളിൽ തന്നെ മെഴുകുതിരി കത്തിക്കാൻ നോക്കണം.
സെക്കൻഡിനുള്ളിൽ ആ മെഴുകുതിരി കത്തിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഉപ്പ് യൂസ് ചെയ്ത് ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടതാണ്. 3:33 വരെ നിങ്ങൾ ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. 3:33 ഉള്ളിൽ നിങ്ങൾക്ക് ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മിഡ് നൈറ്റ് മാൻ വന്ന് നിങ്ങളെ കൊല്ലുമെന്നാണ് പറഞ്ഞു വരുന്നത്. മിഡ് നൈറ്റ് മാൻ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഒരു കറുത്ത രൂപത്തിലാണ് വരുന്നത്. 3:33 ഉള്ളിൽ നിങ്ങൾ ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാതിരിക്കുകയാണെങ്കിൽ ഈ ഗെയിം ജയിച്ചു എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാവുന്നതാണ്. ഇതിനിടയിൽ നിങ്ങൾ ഗെയിമിൽ വല്ല തെറ്റ് വരുത്തിയാൽ ഗെയിമിലെ മെത്തേഡ് മാറ്റുകയാണെങ്കിൽ ഗെയിം അവസാനിപ്പിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുവാണെങ്കിൽ ഗെയിമിലെ മെത്തേഡ് മാറ്റിയാലോ മിഡ് നൈറ്റ് മാൻ വന്ന് നിങ്ങളുടെ ഓരോ അവയവങ്ങളും പുറത്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വേദനകളും അനുഭവപ്പെടുന്നതാണ്. കൈ കാലുകൾ നിങ്ങൾക്ക് അനക്കാനേ പറ്റാവുന്നതാണ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു നരകം തന്നെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ ഗെയിം നിങ്ങൾ വൃത്തിയോടെ പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദുഷ്ടശക്തികളും നെഗറ്റീവ് എനർജിയും പോകുന്നതാണ്. എല്ലാ നെഗറ്റീവ് എനർജിയും ആ മിഡ് നൈറ്റ് മാൻ്റെ കൂടെ പോകുന്നതാണ്. എന്ന് കഴിഞ്ഞാൽ പുള്ളിയെല്ലാം വൈപ്പാക്കി കൊണ്ടുപോകുന്ന അർത്ഥം. ഈ ഗെയിം ആരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാതിരിക്കുക. പോരത്തിന് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം.